ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവരും ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാവിലെ എണീറ്റതും രാവിലെ കാപ്പി ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇന്ന് രാവിലെ എണീറ്റ കേട്ടോ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ കറിയൊന്നും അങ്ങനെ ഉണ്ടാക്കില്ല. കാപ്പിക്ക് ഇന്ന് ഇടിയപ്പവും പാലുമാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഇന്നലെയൊക്കെ വയ്യായിരുന്നു കേട്ടോ, ചെറിയൊരു വയ്യായികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ കുളിയൊന്നും നടന്നില്ല. അപ്പോൾ സിദ്ധാർത്ഥിന് സ്കൂളിൽ പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പിന്നെ ഇടിയപ്പം ഉണ്ടാക്കി. അപ്പോൾ ചേട്ടൻ ചായ ഇടാൻ വേണ്ടി പാൽ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ പിന്നെ പാലെടുത്ത് കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്ത് അതിൽ ഏലക്കയും പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്ന് കാച്ചിയെടുത്ത്. അപ്പോൾ ഇടിയപ്പവും പാലും ഭയങ്കര ടേസ്റ്റാണ്. അതേപോലെ പാലപ്പവും പാലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇടിയപ്പമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് ഇതാണ് എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും കഴിച്ച് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാൻ വേണ്ടി. കുറേ പാത്രങ്ങളൊക്കെ കിടപ്പുണ്ട്, അതൊക്കെ ഇനി കഴുകണം. പിന്നെ ഇതുവരെ അടുപ്പൊന്നും കത്തിച്ചില്ല കേട്ടോ. അപ്പോൾ ഇനിയാണ് അടുപ്പൊക്കെ കത്തിക്കുക. അപ്പോൾ ഞാൻ ഗ്യാസിൽ വെച്ചാണ് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയൊക്കെ എടുത്തത്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കണോ വേണ്ടതെന്നൊക്കെ വിചാരിച്ചതെന്ന് വെച്ചാൽ എനിക്ക് അത്ര നല്ല ശരിയായില്ല. എന്നാലും കുഴപ്പമില്ല, നിൽക്കാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോഴേ ഈ പാലും ഇടിയപ്പമൊക്കെ തിന്നുന്നത് കുഞ്ഞു മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ വലിയവർക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേ ഞാൻ വീഡിയോ എടുക്കണമെന്ന് പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ടാണ് ഞാൻ രാവിലത്തെ വീഡിയോ ഒന്നും എടുക്കാത്തത്. അപ്പോഴേ ഞാൻ നോക്കിയപ്പോൾ അന്തരീക്ഷമൊക്കെ നല്ലതായി കിടപ്പുണ്ട്. ഇന്ന് മഴയൊന്നുമില്ല, ചെറിയൊരു വെയിലൊക്കെ വരുന്നുണ്ട്. മഴ കാണുമെന്നൊക്കെ വിചാരിച്ചാണ് പിന്നെ എടുക്കാതിരുന്നത്. അപ്പോഴിന്ന് കുഴപ്പമില്ല, നല്ല അന്തരീക്ഷമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഓ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇനി അടുപ്പ് ഇനി കത്തിക്കാൻ പോകാണ്. അപ്പോൾ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ആദ്യം ഇനി അംഗൻവാടിയിലോട്ടൊക്കെ വിടണം. അവൻ പറയണത് അംഗൻവാടി പോണില്ലെന്ന്. പോണ്ട നമുക്കിന്ന് പോണ്ടേ. പോണ്ട. അപ്പോൾ ഞാനിനി പോയി വെള്ളം കൊണ്ടുവരട്ടെ. കിണറ്റിലുള്ള വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ. ഇനി പോയി കുടിക്കാനൊക്കെ തിളപ്പിക്കാൻ. അപ്പോൾ ഇന്നലത്തെ പഴഞ്ചോറാണ്. അപ്പോഴതൊന്ന് ഇന്നലത്തെ പഴഞ്ചോറ് ഇന്ന് രാവിലെ ആകുമ്പോൾ 2 വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് 3ാമത്തെ വെള്ളമാണ് തിളപ്പിച്ചൊക്കെ എടുക്കുന്നത്. അപ്പോൾ അടുപ്പൊക്കെ ഒന്ന് കത്തിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കാപ്പി കുടിച്ച പാത്രങ്ങളും കാപ്പി ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഒത്തിരി പാത്രങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. അതൊക്കെ ഇനി ഒന്ന് കഴുകി വയ്ക്കണം. അപ്പോൾ നമുക്കിനി പാത്രങ്ങൾ കഴുകാൻ പോകാം. അപ്പോൾ കുറച്ച് ഇടിയപ്പം ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ടിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇനി ഇഡലി പാത്രമൊക്കെ ഒന്ന് കഴുകണം. അപ്പോൾ ഇതിനി വൈകിട്ട് പിള്ളേരൊക്കെ വരുമ്പോൾ അവരൊക്കെ എടുത്ത് കൊടുത്ത് അവർ കഴിച്ചോളും.
ഇത്ര ഇടിയപ്പമാണ് ബാലൻസ് വന്നത്. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. അപ്പോൾ രാവിലത്തെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് പിന്നെ ഒരു സമാധാനമാണ്. ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കിടക്കുമ്പോഴേ ഇനി ഒന്ന് അകമൊക്കെ ഒന്ന് അടിച്ചു വാരണം. അപ്പോൾ ഈ മേശപ്പുറത്ത് ഒക്കെ കുറ്റീച്ച പറക്കാൻ തുടങ്ങി കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇവിടെ നിന്നൊക്കെ പിള്ളേരൊക്കെ ഭക്ഷണം കഴിച്ചതല്ലേ, അപ്പോൾ പാലൊക്കെ ഇവിടെ വീണിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇവിടെയൊക്കെ ഒന്ന് ഈ മേശപ്പുറം ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഇവിടെയൊന്നും പാല് വീണില്ല. ഇത് ഞാൻ ഇവിടെ വെറുതെ തുടയ്ക്കുന്നതേ ഉള്ളൂ. പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ തുടയ്ക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പഴഞ്ചോറൊക്കെ ഞാൻ ഊറ്റി അത് തിളച്ച് അതൊക്കെ ഒന്ന് വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ച് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പാത്രം കഴുകി പിന്നീട് വീടൊക്കെ ഒന്ന് അടിച്ചു വരി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ട് പിന്നെ ഇനി ആദ്യം കുളിപ്പിക്കുക, അവനെ അംഗൻവാടി പറഞ്ഞു വിടുക. അത് കഴിഞ്ഞ് എനിക്ക് മീൻ വാങ്ങിക്കാൻ പോകണം. പാമ്പ് ഇതാണ്ട് ഇതിന്റെ അകത്തൂടെ, ഈ തുണിയിലകത്തൂടെ. അയ്യോ, അത് മുകളിലോട്ട് കയറും. താഴോട്ട് ഇറങ്ങി പോണ് കേട്ടാ, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ഇപ്പോഴും ഞാൻ ഇവിടെ ഈ നമ്മൾ അടുക്കള വശത്ത് തൂത്തുകൊണ്ടിരുന്നപ്പോഴാട്ടോ കണ്ടത്. ഞാൻ ആദ്യം ഒരു അനക്കം പോലെ അപ്പം ഞാൻ ശ്രദ്ധിച്ചില്ല. ഒന്നുകൂടെ നോക്കി ഭയങ്കരമായിട്ട് അങ്ങോട്ട് കയറി പോണു. അപ്പോഴാണ് കണ്ടത് പാമ്പ്. ഇവിടെ ഒരു പാമ്പ് കിടക്കണ കേട്ടാ. അത് അതിൽ ഇങ്ങനെ അതിലാ കണ്ട കണ്ട. അപ്പോൾ രാവിലെ വന്ന അതിഥി ഓടിക്കളഞ്ഞു കേട്ടോ. ഞങ്ങൾ പക്ഷെ വീട്ടിൻ്റെ അകത്ത് കയറാനുള്ള ശ്രമമായിരുന്നു. പക്ഷെ അതിന് മുമ്പേ ചേട്ടൻ കണ്ട് അതിനടുത്ത് താഴോട്ടെടുത്ത് ഇട്ട് കേട്ടോ. താഴോട്ട് ഇട്ടപ്പോൾ അതിൻ്റെ അങ്ങ് താഴെ കല്ലിൻ്റെ ഇടയിലോട്ട് കയറിപ്പോയി. പിന്നെ അങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. പക്ഷെ ഇങ്ങോട്ട് കയറിയില്ല, അങ്ങ് കാട്ടിൻ്റെ ഇടയിലോട്ട് അങ്ങ് കയറിപ്പോയി. ചെറുതാണ്, ശംഖുവരയനാണ് കേട്ടോ. ചെറിയൊരു പാമ്പാണ്, ശംഖുവരയനാണ്. അപ്പോൾ ഇതൊക്കെ പിന്നെ ഇവിടെ ഉള്ളവരാണ്, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വെളുത്തുള്ളിയൊക്കെ ചതച്ച് വീട്ടിൻ്റെ ചുറ്റാകെ ഇങ്ങനെ ഇടാറുണ്ട്. ഈ വെളുത്തുള്ളിയുടെ ഈ മണം ഈ പാമ്പ് വെളുത്തുള്ളിയുടെ ഈ മണം ഈ പാമ്പ് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെളുത്തുള്ളി ഇങ്ങനെ ചതച്ച് വീടിൻ്റെ 4 വശവും ഇങ്ങനെ അതിൻ്റെ ആ ചാറിങ്ങനെ ഒഴിക്കാറുണ്ട്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഒഴിക്കണില്ല കേട്ടോ. 2-3 ദിവസം കൊണ്ട് ഞാൻ അങ്ങനെ ഒഴിക്കൊക്കെ ഇല്ല. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ പെട്ട് കണ്ടില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ തൂത്തുകൊണ്ട് വന്നപ്പോൾ എന്തൊരു ചെറിയൊരു അനക്കം. അങ്ങനെ ഒന്നുകൂടെ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് അതൊരു പാമ്പൂര്. പക്ഷേ ഭയങ്കര വലുതൊന്നുമില്ല, ഇത്ര ഒരു സൈസാണ്, ചെറിയ സൈസാണ്. അപ്പോൾ കണ്ടതുകൊണ്ട് രക്ഷ, കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, ഇത് ഇനി അങ്ങ് ഇതിൽ കൂടെ കയറി അകത്ത് കയറി തന്നെയായിരുന്നു. ഇതിന് മുമ്പേ ഞാൻ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ട്, ഇതേപോലെ ഒരു പാമ്പ് ഇങ്ങനെ കയറി പോകണം. അതും ശംഖുവരയൻ തന്നെയായിരുന്നു. അത് പക്ഷേ വീട്ടിൻ്റെ അകത്ത് കയറാനുള്ള ശ്രമമായിരുന്നു. അന്ന് ചേട്ടൻ ആരും ഇല്ലായിരുന്നു, ഞാനും താഴെ അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അത് എങ്ങനെയൊക്കെയാണ് അതിനെ പുറത്ത് എടിയിപ്പിച്ചത്. അന്ന് ഇതിൻ്റെ ഇടയിലോട്ടൊക്കെ കയറിപ്പോയി. പക്ഷെ ഭാഗ്യത്തിനൊന്ന് കയറി വീട്ടിൻ്റെ അകത്ത് കയറാതെ വെളിയിലോട്ട് തന്നെ പോയി. അപ്പോൾ ഇനി അതൊക്കെ ഇനി പോട്ട്, ഇതൊക്കെ സ്ഥിരമുള്ള അതിഥികളാണ്. അപ്പോൾ നമുക്കിനി ബാക്കി കൂടെ തൂത്തിട്ട് ഇനി ആദ്യം അംഗൻവാടിയിൽ വിടാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി അവനെ കുളിപ്പിക്കാനൊക്കെ പോകണം.
ആദിമോ കുളിച്ചിട്ടുണ്ട്. ആദിമോ എവിടെ പോണ്? ആദിമോ സ്കൂളിൽ പോണം. സ്കൂളിലല്ല, അംഗൻവാടി പോണം. പൗഡർ എടുത്തു. അപ്പൊ ഈ പൗഡറിലെ ടിന്നെ ഇത് സിദ്ധാർത്ഥിനുള്ളതാണ്. സിദ്ധാർത്ഥ് കുഞ്ഞായിരുന്നപ്പോഴും ഇത് മേടിച്ചതാണ് കേട്ടോ. ഇതുവരെ ഞാൻ ഒന്നും കളഞ്ഞൊന്നുമില്ല. നല്ലതായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അത് ആദ്യം ഉപയോഗിക്കുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനും ഇടും. നിർത്തും. എനിക്ക് തോന്നുമ്പോ ഞാനും ഇടും. കേട്ടോ എടുക്കട്ടെ. പൗഡർ അവിടെ ഇരിക്കട്ടെ. പൗഡർ ഇടട്ടെ. മിണ്ടാതിരിക്കേ. ഒന്ന് രണ്ടല്ല, ഒന്ന് പറഞ്ഞാണ്. രണ്ട്. അയ്യേ, രണ്ട് പറയാന്നേടാ. 3 പറയണ ആദ്യക്കുട്ടെ. 4 5 6 6 7 8 അത് ഞാൻ എടുത്തു തരാം. 9 10. നല്ലതായിട്ട് അറിയാം. ഇനി പൊട്ടിട്ട്. പൊട്ടിടാൻ ഭയങ്കര ഇഷ്ടമാണ് ആദ്യക്കുട്ടന്. ഇത്രയും മതി. ഇതാണ് സുന്ദരനാക്കണത് അല്ലേ? ഇതിലിനി പൗഡർ ഇട്ട് അല്ലെങ്കിൽ കരിയല്ലടോ ആവും. എവിടെ സുന്ദരനാവട്ടെ. പൗഡർ മാറ്റി കളയട്ടെ, എന്നാലേ ശരിയാവുള്ളൂ. എവിടെ നോക്കട്ടെ. ഇനി തലയും കൂടെ കോതിക്കട്ടെ. ഇപ്പൊ അംഗൻവാടി പോകാൻ വേണ്ടി കരച്ചിലും കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര സന്തോഷമാണ് പോവാൻ. പോകുന്നത് എന്തിനെന്നറിയാമോ? ഉപ്പുമാവ് മേടിക്കാൻ. അമ്മയ്ക്ക് ഉപ്പുമാവ് മേടിക്കാനാണ് ആദിക്കുട്ട അംഗൻവാടി പോകുന്നത്. അല്ലേ ആദിക്കുട്ട? അല്ല, ആദിക്കുട്ട പഠിക്കാൻ പോണതല്ല, ഉപ്പുമാവ് മേടിക്കാൻ പോണം. ജ്യൂസൊക്കെ കുടിക്കാൻ നമുക്ക് പിന്നീട് പോവേ. ഇനി ചെരുപ്പും കൂടെ അമ്മ എടുത്തോണ്ട് ഇവിടെ ഒന്നു ചെരുപ്പ് എടുത്തോണ്ട് പോയി. ഇത് ഉപ്പുമാവ് വാങ്ങിക്കാനുള്ള പാത്രമാണ്. പിന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് ഒരു ഉടുപ്പും ഒരു നിക്കറും കൂടെ ഇതിൽ വച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ കുഞ്ഞു പിള്ളേരല്ലേ, ചിലപ്പോൾ തുണിയിൽ കൂടെ ഒക്കെ അവർ മൂത്രം ഒഴിക്കും. അതുകൊണ്ട് നനഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ തുണി വേണമല്ലോ ഇടാൻ. അപ്പോൾ ബാഗിൽ ഡ്രസ്സും പാത്രവും മാത്രമേ ഉള്ളൂ. ബാക്കി ഭക്ഷണമെല്ലാം ടീച്ചർ കൊടുത്തോളും. അപ്പോൾ എന്നും കൊണ്ടാക്കുന്നത് ഞാനാണ്. എന്നും കൊണ്ടാക്കുന്നത്. പിന്നെ ചേട്ടൻ വീട്ടിലുള്ള ദിവസം ചേട്ടനാണ് കൊണ്ടാക്കുന്നത്. അപ്പോൾ എന്നും കൊണ്ടാക്കുന്നത് ചേട്ടനാണ്. അപ്പോൾ ഞാൻ പോകുമ്പോൾ 2 കിലോമീറ്റർ നടന്ന് ആണ് മോനെ കൊണ്ടാക്കാൻ പോകാനുള്ളത്. പക്ഷെ ഇന്ന് ചേട്ടൻ ഉള്ളതുകൊണ്ട് ചേട്ടൻ. അപ്പോൾ ആദ്യം മോനെ ടാറ്റാ. ടാറ്റ ആദ്യം മോനെ ടാറ്റാ. വരുമ്പോ ആദ്യക്കുട്ട ടാറ്റാ. അപ്പോഴും കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് ആ സെയിം കലത്തിൽ തന്നെയാണ് കഞ്ഞിക്കുള്ള അരിയിടെയാണ്. അപ്പോൾ നമ്മൾ പഴം ചോറ് ഇത്തിരിയേ ഉള്ളൂ. അപ്പോൾ ഇനി കഞ്ഞി വെച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ലോഡ് തുണികളുണ്ട് കഴുകാൻ വേണ്ടി. അപ്പോൾ ഇന്നലത്തതും കൂടെ ഉണ്ട് കേട്ടോ ഇതിൽ. ഇന്നലെ എനിക്ക് കഴുകാൻ പറ്റിയില്ല. ഞാൻ രാവിലെ പറഞ്ഞില്ലേ എനിക്ക് വയ്യായിരുന്നെന്ന്. അതുകൊണ്ട് കഴുകിയില്ലായിരുന്നു. രാവിലത്തത് കഴുകി, ഉച്ചയ്ക്കുള്ളതും വൈകിട്ടുള്ളതൊന്നും കഴുകിയില്ലായിരുന്നു ഇന്നലെ. അപ്പോഴെല്ലാം കൂടെ ആയപ്പം ഒരു ലോഡുണ്ട്. അപ്പോൾ ഇനി കഞ്ഞിക്കുള്ള അരിയൊക്കെ ഇട്ടു. ഇനി ഇതൊന്ന് കഴുകി ഒന്ന് അശേരി വിരിച്ചാലേ ഒരു സമാധാനമാവുള്ളൂ. ഈ തുണി ഇങ്ങനെ നിറഞ്ഞു കിടക്കുമ്പോഴേ എന്തോ ഒരു ടെൻഷനാണ്. എന്തോ വലിയൊരു ജോലി കിടക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. തുണി കഴുകി അശേരി വിരിച്ച് കഴിഞ്ഞാൽ ഉണക്കിയെടുക്കുന്നത് പതുക്കെ ഉണക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ടെൻഷനൊന്നുമില്ല. പക്ഷേ തുണിയുടെ കാര്യം ഇങ്ങനെ കിടക്കുമ്പോൾ എന്തോ പോലെയാണ്. അപ്പോൾ ഇനി തുണി നനച്ചൊന്ന് അശേരി വിരിച്ചതിന് ശേഷം ഇനി ഞാൻ മീൻ വാങ്ങിക്കാൻ പോവുള്ളൂ. അപ്പോൾ മീൻ വാങ്ങിയിട്ട് വന്ന് തുണി കഴുകാമെന്ന് വെച്ചാൽ ശരിയാവില്ല. മീൻ വാങ്ങിക്കാൻ ഒരുപാട് നടന്നു പോകണം. അപ്പോൾ മീനൊക്കെ വാങ്ങിച്ചെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഞാൻ ഒരു പരുവാവും. പിന്നെ വന്ന് തുണി കഴുകാമെന്ന് വെച്ചാൽ നടക്കൂല. അതിന് മുമ്പേ ഇതൊന്ന് കഴുകിയിട്ടിട്ട് മീൻ വാങ്ങിക്കാൻ പോവാം. അപ്പോൾ ഇനി ഞാൻ ആറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ തുണി കഴുകിയിട്ടൊക്കെ വന്നിട്ട് കാണാം. മഴ ചാറുന്നുണ്ട്. മഴ തുടങ്ങി കേട്ടോ വീണ്ടും.
ഞാൻ ആ സൈഡിലോട്ട് കൊണ്ടൊക്കെ വിരിച്ചിട്ട് വരാം. അപ്പോൾ വന്ന മഴയൊക്കെ പോയിട്ടുണ്ട്, ചെറുതായിട്ടൊക്കെ ഒന്ന് ചാറിയിട്ടങ്ങ് പോയി. അപ്പോൾ ഇനി ഞാൻ കടയിലോട്ട് പോകാം കേട്ടോ, മീൻ വാങ്ങിക്കാൻ പോകണം. ഇനി പോയിട്ട് വന്നിട്ട് കാണാം. നടന്ന് തളർന്നു. അപ്പോൾ മീൻ കിട്ടിയിട്ടുണ്ട്. നൊത്തോലിയും പിന്നെ ചെങ്കലവയും 2 മീനാട്ടോ. 2 മീൻ വാങ്ങിച്ചിട്ടുണ്ട്. 2 മീനല്ല, 2 കറി മീൻ മേടിച്ച്. കിളിമീനല്ലേ? അപ്പം ഞങ്ങളെ കാട്ടാക്കട നാട്ടിലൊക്കെ ഇതിന് ചെങ്കലവ എന്നാണ് പറയുന്നത്. ഇവിടെ കിളിമീൻ. അങ്ങനെ പല നാട്ടിലും പല പേരിലറിയാം. പറയോ? ആ പിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്തതാ, ഒരു കറി ബ്രെഡ് മേടിച്ച് കാണിക്കാതെ. ഒരു കറി ബ്രെഡും മേടിച്ച്. ഇത് കപ്പലണ്ടി 10 രൂപ, റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി. എനിക്ക് നല്ല വിശക്കണം. പിന്നെ ബൂസ്റ്റ്. അപ്പം ഞാൻ ആദ്യം തുണിയൊക്കെ മാറ്റിയിട്ട് കൈയൊക്കെ കഴുകിയിട്ട് വരാം, എന്നിട്ട് ഇത് തിന്നാൻ വേണ്ടി. അപ്പം ഞാൻ ഇനി കുറച്ച് നേരം ഇതിന് കപ്പലണ്ടി അടിക്കട്ടെ, റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി. അപ്പോൾ ഇത്രയും 10 രൂപയാണ്. പിന്നെ കുറച്ചുകൂടെ എനിക്ക് ഇട്ട് തന്നതാണ് കേട്ടോ. ഇത്രയൊന്നും കിട്ടൂല, കുറച്ചെനിക്ക് ഇട്ട് തന്നതാണ്. കപ്പലണ്ടി വേണമുള്ളവരൊക്കെ വരി. ചേട്ടനോ വേണ്ടേ? നല്ല രുചിയുണ്ട്. അമ്മയ്ക്ക് കപ്പലണ്ടി വേണോ? വേണ്ടേ? കൈയെടുത്ത് കാണിക്കണം. വേണ്ടെന്ന്. അമ്മയ്ക്ക് ഇങ്ങനെയുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല. പല്ല് അങ്ങനെ ശരിയല്ല. പല്ലെല്ലാം ആടി ഇരിപ്പുണ്ട്. അതുകൊണ്ട് കപ്പലണ്ടി അങ്ങനെയൊന്നും കഴിയൂല. നല്ല മഴ വന്നു. അപ്പോൾ നമ്മൾ ചോറൊക്കെ ആയിട്ടുണ്ട്. ഞാൻ പിന്നെ വന്ന ഉടനെ തന്നെ അരിയൊക്കെ ഒന്ന് വടിച്ച് ഒന്ന് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ അതിൻ്റെ കപ്പലണ്ടിയൊക്കെ തിന്നിട്ടൊന്നും എനിക്ക് വിശപ്പ് പോയില്ല. അപ്പോൾ എനിക്ക് നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത്തിരി കഞ്ഞി കുടിച്ചിട്ട് ബാക്കി ജോലികൾ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത്തിരി കഞ്ഞിവെള്ളം ഒഴിച്ച് ഇത്തിരി ഉപ്പും ഇട്ട് ഇത്തിരി നാരങ്ങ അച്ചാറും കൂട്ടി ഒരു കഞ്ഞി കുടി. നല്ല ചൂട് കഞ്ഞി. അപ്പോൾ കഞ്ഞി കുടിച്ചൊക്കെ എണീറ്റിട്ടുണ്ട്. ഇനി മീനൊക്കെ കൂട്ടാൻ വയ്ക്കണം. അപ്പോൾ മീൻ കൂട്ടാൻ വയ്ക്കുന്നില്ല, കറി വയ്ക്കുന്നില്ല. നൊത്തോലിയാണ് കിട്ടിയത്. അപ്പോൾ പീര വയ്ക്കാം. നൊത്തോലി പീരയും. അപ്പോൾ നമ്മൾ ആദ്യകൂട്ടൻ്റെ സിദ്ധാർത്ഥത്തിന് ഒരു കഷ്ണം പൊരിച്ച മീനില്ലെങ്കിൽ ഇത്തിരി പാടാട്ടോ. പൊരിച്ച മീൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. പൊരിച്ച മീനുണ്ടെങ്കിൽ അത് മാത്രം മതി ചോറിന്. അപ്പോൾ അവർക്ക് വേണ്ടി മീനൊക്കെ പൊരിക്കണം. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇതിൻ്റെ താഴേന്ന് ഒരു കഷ്ണം ചക്ക കൊണ്ടുവന്നു കേട്ടോ. ചക്ക കിട്ടിയിട്ടുണ്ട്. അത് അമ്മയാണ് വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നത്. അമ്മ അവിടെ ഇരുന്നുകൊണ്ട് ചക്കയൊക്കെ വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇനി എനിക്ക് മീൻ കണ്ടിക്കാൻ പോകണം. നമുക്ക് വൈകിട്ടേ ഈ ചക്ക അവിച്ചാലാ 3 മണിയൊക്കെ ആകുമ്പോഴേ തേയിലുള്ളട്ടല്ലേ. ചക്ക അവിക്കാം. അമ്മയ്ക്കും ചേട്ടനൊക്കെ ചക്ക അവിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. കൂട്ടാൻ വയ്ക്കുന്നത് ഇഷ്ടമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ തേങ്ങയൊക്കെ നിറച്ച് തേങ്ങയൊക്കെ ഇട്ട് ഇങ്ങനെ അവിച്ച് തിന്നാനാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് വൈകിട്ട് അവിക്കാം. വൃത്തിയാക്കി എടുത്ത് ഇഡലി പാത്രത്തിൽ അടച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഉച്ച ഭക്ഷണം ഇവിടെ റെഡിയാണ്. എല്ലാം മേശപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചോറുണ്ണാൻ പോവുകയാണ്. അപ്പോൾ എന്തെല്ലാം കറികളാണ് ഇന്ന് ഞാൻ വെച്ചതെന്ന് ഞാൻ കാണിക്കാം.
നൊത്തോലി പീര വെച്ചത്, കോവയ്ക്കയും സവാളയും കൂടെ ഇട്ട് തോരൻ വെച്ചത്, പിന്നെ നമ്മളെ നാരങ്ങ അച്ചാർ, പിന്നെ മാമ്പഴ പുളിശ്ശേരി ആണല്ലേ, മാമ്പഴ പുളിശ്ശേരി. പിന്നെ ചോറ് ഇന്നത്തെ ചോറല്ല കേട്ടോ, ഇന്നലത്തെ പഴഞ്ചോറ് ഞാൻ ഊറ്റി വെടിച്ചതാണ്, അതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ അത് കഴിക്കും. രാത്രിത്തേക്ക് നമ്മൾ പിന്നെ വേറെ കഞ്ഞി വെച്ചല്ലോ, രാത്രിത്തേക്ക് അതെടുക്കും. പിന്നെ കുടിക്കാനുള്ള വെള്ളം, പാത്രം. അപ്പോൾ എൻ്റെ അമ്മ ചോറൊക്കെ കഴിച്ച് കിടക്കുകയാണ്, വിശ്രമം. ഇനി ഇത്തിരി കഴിഞ്ഞൊക്കെ എണീക്കുള്ളൂ. അപ്പം ഞങ്ങൾ ഇനി ചോറ് കഴിക്കാൻ പോകണം കേട്ടോ. ചോറ് എടുക്കട്ടാ? എനിക്ക് നാരങ്ങ വേണ്ട, നേരത്തെ കഞ്ഞീനോടെ കുടിച്ചല്ലോ, അത് മതി. അവിടെ നമ്മൾ മീനും വറുത്ത് കേട്ടോ, കിളിമീൻ വറുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. അത് നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ സൈഡിലിരിക്കുന്ന ഞാൻ പിച്ച് തിന്നതാട്ടോ, നേരത്തെ ടേസ്റ്റ് നോക്കിയത് പിച്ച് തിന്ന് ഞാൻ. അപ്പോൾ ഇനി അവർക്ക് കൊടുക്കാനുള്ള മീനാണ്. പിന്നെ ഇതിലൊന്നും അധികം വരും കേട്ടോ, അവരിതെല്ലാം കഴിക്കൂല. പിന്നെ രാത്രി എടുക്കാം, ഇത്രയും കൂട്ടാങ്ങളിരിക്കുകയല്ലേ, അപ്പോൾ ഇനി രാത്രി എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവരിനി വന്ന ഉടനെ അവർ ചോറാണ് കഴിക്കുന്നത്. ഞാൻ അവർക്ക് വന്ന ഉടനെ തന്നെ, സ്കൂളിൽ നിന്ന് വന്ന ഉടനെ തന്നെ ചോറാണ് കൊടുക്കുന്നത്. പിന്നെ ചില ദിവസം പിള്ളേർ പറയും വേണ്ട, വേറെ എന്തെങ്കിലും രാവിലത്തെ കാപ്പിയോ ദോശയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കും. ഇന്ന് നീ ചോറ് കൊടുക്കാം, മീനുണ്ട്, പുളിശ്ശേരിയൊക്കെ ഉള്ളതുകൊണ്ട് ചോറ് കൊടുക്കും. അപ്പം ഞാൻ ചോറ് കഴിക്കാൻ പോവേണേ. അപ്പം ചേട്ടൻ ഇനി വീഡിയോ എടുത്തിട്ടൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ എൻ്റെ പണികളെല്ലാം തീർന്നിട്ടുണ്ട്, ഉച്ചവരെയുള്ള എല്ലാ പണികളും തീർന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് കഴിച്ച പാത്രങ്ങളും പാചകം ചെയ്ത പാത്രങ്ങളും എല്ലാം കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അമ്മ ചക്കയൊക്കെ വൃത്തിയാക്കി അരിഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഡലി പാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ പിന്നീട് ഇത് വൈകിട്ടേ അവിക്കുള്ളൂ. അപ്പോൾ കുറച്ച് തേങ്ങയും ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചിങ്ങെടുക്കും. അപ്പോൾ രണ്ടുപേരും എത്തിയിട്ടുണ്ട് സ്കൂൾ വിട്ടൊക്കെ. ഇതിൻ്റെ ബഹളമാണ് കേൾക്കുന്നത്. അവിടെ നിന്ന് അലയ്ക്കാൻ തുടങ്ങും കേട്ടോ. ആ ജയിച്ചാ? ആ ആദ്യം കുട്ടനും ജയിച്ചാ? ആഹാ, രണ്ടുപേരും ഒന്ന് ജയിച്ചാ? എല്ലാം എഴുതിയാ? ആദ്യകുട്ടൻ പഠിച്ചാ? ആ ചെരി പൂരിട്ട്. സ്റ്റാർ കിട്ടിയല്ലേ? ആ മിടുക്കായി. എനിക്ക് 10ന് 10. നിനക്ക് സ്റ്റാർ ഇല്ലേ? ആദ്യകുട്ടന് പിന്നീട് കിട്ടും സ്റ്റാർ. ഓ, എനിക്ക് കൈയടിച്ചും ചെയ്ത്. കൈയടിച്ചാ? എല്ലാരും ജയിച്ചാ? എല്ലാരും എഴുതിയാ? ചിലരൊക്കെ പൂജ്യം അല്ലെങ്കിൽ ചിലരൊക്കെ മാർക്കുണ്ടാ? ഇനി ഡ്രസ്സൊക്കെ മാറ്റി രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറ്റി കുളിക്കാനൊക്കെ ഇറങ്ങി. ബുക്കൊക്കെ അങ്ങ് മുറി കൊണ്ടുപോയിക്ക്.
ആ പോയി പോയി. വാ തുറ. വാ തുറക്കും. അപ്പോൾ നമ്മളെ വീട്ടുമുറ്റത്ത് ഈ നമ്മൾ കയറി പോകുന്ന വഴിയിലൂടെ കുറേ പുല്ല് കേട്ടോ, പുല്ല് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇന്ന് എടുത്ത് മാറ്റിയില്ലെങ്കിൽ ശരിയാവില്ല, വല്ല പാമ്പൊക്കെ കയറി കിടക്കും. എന്ന് വെച്ചാൽ പിള്ളേരെപ്പോഴും ഇറങ്ങി പോകണതും വരെയൊക്കെ ചെയ്യണതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഇത്ര ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടൊന്നും അല്ല, ഇവിടെ ഇത്രയും ഭാഗം ഭയങ്കര പുല്ല് കേട്ടോ. അങ്ങനെ ഒരുവിധം ഞാൻ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ പുല്ലും പോയിട്ടില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇവിടുത്തെ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. പറിച്ചല്ല, ചെത്തി കളഞ്ഞിട്ടുണ്ട്. ഭയങ്കര പുല്ല് പിടിച്ച് നിറഞ്ഞ് കിടക്കുകയായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ആ കാര്യം തീർന്നു. അപ്പോൾ ഞങ്ങളിനി വെറും ചായ കുടിക്കാൻ പോവേണേ. ആ ആ വെറും ചായ. ആദിക്ക് ചക്ക വേണോ ഉപ്പാവ് വേണോ? ഉപ്പാവ് മതിയാ? ഞാൻ ഇവിടെ ഇരിക്കും ഉപ്പാവ്. ഇരിക്കണ ഞാൻ ഇവിടെ കൊണ്ട് വെച്ചു. ഇനി വാ, ഇനി വാ, ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ആണ്ട് ഇവിടെ ഉപ്പാവ് കണ്ടോ സന്തോഷവും. ചേട്ടാ നമുക്ക് ഉപ്പാവില്ല. ആ ഉപ്പാവ് ഉണ്ടായിരിക്കും. ഇതാണ് ആദ്യം കിട്ടിയ ഉപ്പുമാവ്. നല്ല ചൂട് ഉപ്പുമാവാണ് കേട്ടോ. ഇതില് ഇത് ബീട്രൂട്ട് ഉഴുന്നൊക്കെ ഇട്ടുള്ള ഉപ്പുമാവാണ്. നുറുക്ക് ഗോതമ്പിന്റെ. വാവ്, അമ്മയെ കൂടെ തിന്നട്ടാ. അപ്പോഴേ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം മോനെ പഠിപ്പിക്കുകയാണ്. കുറച്ച് നേരമല്ല, 1 മണിക്കൂറൊക്കെ ഇരുത്തി പഠിപ്പിക്കും. നാളെ ഇനി ടെസ്റ്റ് പേപ്പറൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ പഠിപ്പിക്കണം. അത് കഴിഞ്ഞ് പിന്നെ കാണാം. അപ്പോൾ സിദ്ധാർത്ഥനെ ഞാൻ പഠിപ്പിച്ചതിന് ശേഷം പിന്നീട് കുറച്ച് നേരം പഠിപ്പിച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ ഇത്തിരി നേരമൊക്കെ അവിടെ ഇരുന്ന് കളിച്ച് അത് കഴിഞ്ഞ് 2 പേർക്ക് ഭക്ഷണവും കൊടുത്ത് 2 പേരും ഒന്നുകൂടെ ഒന്ന് മേലൊക്കെ കഴിച്ച് 2 പേരെയും കിടത്തി കേട്ടോ. 2 പേരും ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ നേരത്ത് അവർ ഉറങ്ങിയതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചത്. ചോറൊക്കെ കഴിച്ച് പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഇട്ട്. അപ്പോൾ ഇനി എനിക്ക് ജോലിയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇനി എനിക്ക് ഉറങ്ങാൻ പോകണം. കതകുകളൊക്കെ ഒന്ന് അടയ്ക്കണം, ലൈറ്റ് ഓഫ് ആക്കണം, ഉറങ്ങണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഡാൻമേ ലൈഫ് ഇവിടെ തീരുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വേഗം വരുന്നുണ്ട്. ബൈ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ടാറ്റാ.